ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ കത്തോലിക്കാ സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭയുടെ വിശ്വാസപ്രകാരം തൻ്റെ ഭൗമിക ജീവിതത്തിന് ശേഷം അത് പൂർത്തിയാക്കി പരിശുദ്ധ അമ്മ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നതാണ്. ഈ തിരുനാൾ മറിയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, മറിച്ച് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ അന്തിമഗതി മരണത്തിലല്ല, ദൈവ സാന്നിധ്യത്തിലുള്ള നിത്യജീവിതത്തിലാണെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഈശോയുടെ ഉയർപ്പിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടവരുടെ മുൻ ചിഹ്നമായാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെ സഭ കാണുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 966 ഖണ്ഡിക ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ഒടുവിൽ എല്ലാ മൂലപാപങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട അമലോത്ഭവിയായ കന്യകാമറിയം തൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കിയപ്പോൾ ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് എഴുന്നള്ളപ്പെട്ടു. കർത്താക്കന്മാരുടെ കർത്താവും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും വിജയവുമായ തൻ്റെ പുത്രനോട് കൂടുതൽ പൂർണ്ണമായി സാദൃശ്യപ്പെടേണ്ടതിനായി സർവജ്ഞാനത്തിൻ്റെയും രാജ്ഞിയായി അവൾ കർത്താവാൽ ഉയർത്തപ്പെട്ടു എന്ന്. അതുകൊണ്ട് സ്വർഗാരോപണം മറിയത്തിൻ്റെ വ്യക്തിപരമായ ബഹുമതി മാത്രമല്ല, മറിച്ച് സഭയുടെ ഭാവി മഹത്വത്തിൻ്റെ അടയാളവും പ്രത്യാശയുടെ സന്ദേശവുമാണ്. ഈ തിരുനാളിൽ കാനായിലെ കല്യാണ വിരുന്നിലെ മറിയത്തെ നാം ധ്യാനിക്കുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ ആഴമേറിയ രഹസ്യം നമുക്ക് അമ്മ മനസ്സിലാക്കി തരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന കാനായിലെ കല്യാണ വിരുന്ന് ഈശോയുടെ ആദ്യത്തെ പൊതു അത്ഭുതത്തിൻ്റെ വേദിയാണ്. എന്നാൽ ആ സംഭവത്തിൻ്റെ കേന്ദ്രത്തിൽ ഈശോയോടൊപ്പം നിൽക്കുന്ന ഒരു മാതൃഹൃദയവുമുണ്ട്. കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. സന്തോഷത്തിന് നടുവിൽ ഒരു പ്രതിസന്ധി ഉടലെടുത്തു. മറ്റാരും അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ മറിയം ശ്രദ്ധിച്ചു. കാരണം അവൾ അമ്മയാണ്. പിന്നീട് അമ്മ ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈ ചെറിയ വാക്യത്തിൽ മറിയത്തിൻ്റെ മുഴുവൻ മാതൃസ്നേഹവും അടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടുപിടിക്കുകയും അത് തൻ്റെ പുത്രൻ്റെ മുൻപിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന അമ്മയാണ് മറിയം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ ജെൻസിയും എന്ന സഭാരേഖയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിലും അവൾ തൻ്റെ രക്ഷാകരമായ ചുമതല ഉപേക്ഷിച്ചില്ല. തൻ്റെ മാധ്യസ്ഥത്തിലൂടെ നിത്യരക്ഷയുടെ ദാനങ്ങൾ നമുക്കായി നേടിത്തരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നാം അവളെ നമ്മുടെ അമ്മയായി വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാനായിലെ സംഭവം ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു. പലപ്പോഴും സന്തോഷത്തിൻ്റെ വീഞ്ഞു തീരുന്നു, സ്നേഹത്തിൻ്റെ വീഞ്ഞു തീരുന്നു, വിശ്വാസത്തിൻ്റെ വീഞ്ഞു തീരുന്നു, പ്രത്യാശയുടെ വീഞ്ഞു തീരുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്നു, യുവജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകുന്നു, രോഗവും ഏകാന്തതയും ജീവിതത്തെ ഭയപ്പെടുത്തുന്നു. അത്തരം എല്ലാ സാഹചര്യങ്ങളിലും മറിയം നമ്മുടെ ആവശ്യങ്ങൾ കാണുന്ന അമ്മയാണ്. അവൾ ഇന്നും ഈശോയുടെ ജീവിതം നമുക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. എന്നാൽ കാനായിലെ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ മറിയത്തിൻ്റെ ഈ ഉപദേശമാണ്: അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുവിൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറിയത്തിൻ്റെ അവസാന വാക്കുകളാണിവ. ഈ വാക്കുകൾ തൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സംഗ്രഹം കൂടിയാണ്. മറിയം ഒരിക്കലും സ്വയം കേന്ദ്രമാകുന്നില്ല, മറിച്ച് അവൾ എപ്പോഴും ക്രിസ്തുവിലേക്കാണ്, ഈശോയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2674 ഖണ്ഡിക മറിയത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: മംഗളവാർത്ത സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം വിശ്വാസത്തോടു കൂടി തൻ്റെ സമ്മതം നൽകുകയും കുരിശിൻ്റെ ചുവട്ടിൽ യാതൊരു മടിയും കൂടാതെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അന്നു മുതൽ അപകടങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ ഭൂമിയിൽ യാത്ര തുടരുന്ന തൻ്റെ പുത്രൻ്റെ സഹോദരങ്ങൾക്കായി അവരുടെ മാതൃത്വം നീണ്ടു നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് മറിയ ഭക്തി എല്ലായ്പ്പോഴും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. മറിയത്തെ സ്നേഹിക്കുന്നവർ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കുന്നു. മറിയത്തെ അനുകരിക്കുന്നവർ ക്രിസ്തുവിനെ കൂടുതൽ അനുസരിക്കുവാൻ പഠിക്കുന്നു. കാനായിലെ സേവകർ
മറിയത്തിൻ്റെ വാക്ക് അനുസരിച്ചു. ഈശോ അവരോട് കൽഭരണികൾ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിരുന്നില്ല, എങ്കിലും അവർ അനുസരിച്ചു. ആ അനുസരണത്തിൻ്റെ ഫലമായിരുന്നു അത്ഭുതം. വെള്ളം വീഞ്ഞായി മാറി. ദൈവത്തിൻ്റെ കൃപ മനുഷ്യൻ്റെ അനുസരണത്തോട് ചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയത്തെക്കുറിച്ച് എലിസബത്ത് പ്രഖ്യാപിക്കുന്നു, കർത്താവ് പറഞ്ഞവ നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം അവളുടെ വിശ്വാസമാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ മുഴുവൻ മനസ്സിലാക്കാതിരുന്നിട്ടും അവൾ വിശ്വസിച്ചു. അതുകൊണ്ട് അവൾ മഹത്വീകരിക്കപ്പെട്ടു. സ്വർഗാരോപണം ഈ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പരിപൂർണ ഫലമാണ്. ജീവിതകാലം മുഴുവൻ ദൈവവചനത്തെ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അവസാനം മറിയം സ്വർഗമഹത്വത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, സൂര്യനെ ധരിച്ച ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. സഭ ഈ വചനത്തിൽ മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത്. അവൾ സഭയുടെ പ്രതിരൂപവും മഹത്വീകരിക്കപ്പെട്ട ഈശോ മിശിഹായുടെ അടയാളവുമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 972 ഖണ്ഡിക ഇപ്രകാരം പഠിപ്പിക്കുന്നു, പരിശുദ്ധ കന്യകാമറിയം സഭയുടെ പരിപൂർണ സാക്ഷാത്കാരമാണ്. അവൾ ഭാവിയിൽ സഭ കൈവരിക്കേണ്ട മഹത്വത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് സ്വർഗാരോപണ തിരുനാൾ മറിയത്തിൻ്റെ വിജയത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും സംസാരിക്കുന്നു. മറിയം എത്തിയിടത്തേക്കാണ് സഭയും യാത്ര ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ പലതും നേടിയിട്ടുണ്ട്. എന്നാൽ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും വർദ്ധിക്കുന്നു. സാങ്കേതിക വിദ്യ വളരുന്നു എന്നത് സത്യമാണ്, പക്ഷേ ഹൃദയങ്ങൾ ശൂന്യമാകുന്നു. അറിവ് വർദ്ധിക്കുന്നു, എന്നാൽ ജ്ഞാനം കുറയുന്നു. ഈ ലോകത്തിൽ മറിയം വീണ്ടും നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. അവളുടെ ജീവിതവും സന്ദേശവും ഒരു വാക്യത്തിൽ നമുക്ക് സംഗ്രഹിക്കാം, അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുവിൻ. ഈ സ്വർഗാരോപണ തിരുനാളിൽ നമ്മുടെ കുടുംബങ്ങളെയും യുവജനങ്ങളെയും രോഗികളെയും സഭയെയും ലോകത്തെയും മുഴുവൻ നമുക്ക് അമ്മയുടെ മധ്യസ്ഥന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോയ മേഖലകളെ ഈശോയുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ കാനായിൽ നടന്ന അത്ഭുതം പോലെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. സ്വർഗാരോപിതയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ. അവൾ നമ്മെ തൻ്റെ പുത്രനായ ഈശോ മിശിഹായിലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ. ദൈവവചനത്തോടുള്ള വിശ്വസ്തതയിലും അനുസരണത്തിലും വളരാൻ നമ്മെ സഹായിക്കട്ടെ. ഒരു നാൾ അവൾ പങ്കുചേരുന്ന സ്വർഗീയ മഹത്വത്തിൽ നാമും പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.